എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡേ 9 പുതിയ SCERT ഹോട്ട് ഏരിയയിൽ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എടുത്തിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. RBI കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഏതിൽ പറഞ്ഞിരിക്കുന്നത്, പുതിയ SCERT പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഏതൊക്കെ എക്സാമിനാണ് ഗുണം എന്നുള്ളതൊക്കെ ഞാൻ സ്ക്രീനിൽ പറയുന്നുണ്ട്. ഡെയിലി എന്ന് പറയുന്നില്ല, എല്ലാ എക്സാമുകളും കേട്ടോ. ഡിഗ്രി ലെവൽ എക്സാമിന് ഇപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിത് പഠിച്ചോ, ഇതിൽ നിന്ന് മാർക്ക് കിട്ടും. അത് 100% ഉറപ്പാണ്. ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? അത് നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ കറൻസി അച്ചടിച്ചിറക്കുന്നു, അല്ലെ? കറൻസി അച്ചടിക്കുന്നു, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു, പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ്, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഇത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്കറിയാം പുതിയ SCERT ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണ് കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാം പുതിയ SCERT എന്നാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റിസർവ് ബാങ്കിനെ കുറിച്ചിട്ട് കറൻസി അച്ചടിക്കുന്നു, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു, പണത്തിന്റെ അളവും, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ, പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു, ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ്, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഈ ഒരു ഇത് നോക്കണം കേട്ടോ, അതൊന്നും നോക്കണേ. ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ ഇതെന്താണ്, ഇത് ഉണ്ടാകില്ല എന്നൊരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയല്ലോ. അടുത്തത് നോക്കാം. എന്താണ് ഡിമോണിറ്റൈസേഷൻ? ഡിമോണിറ്റൈസേഷൻ എന്താണ്? നോട്ട് നിരോധനം, അല്ലെ? നോട്ട് നിരോധനം നമുക്കറിയാം 2016 നവംബർ മാസം 8-ാം തീയതി നമുക്കൊരു 8-ന്റെ പണി തന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു? 500 രൂപയുടെയും പിന്നെ 1000 രൂപയുടെയും നോട്ടുകൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? പുതിയ 500 രൂപയുടെയും 2000-ന്റെയും നോട്ടുകൾ അച്ചടിച്ചിറക്കി, അല്ലെ? അങ്ങനെ എന്ത് ചെയ്തു? ആ നോട്ട് നിരോധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമോണിറ്റൈസ്. നമ്മളൊക്കെ നോട്ട് നിരോധനം പറയും. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എന്താ? ഒരു ഡിമോണിറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ഡിമോണിറ്റൈസേഷൻ നോക്കുക. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിൻവലിക്കാം. ഇത് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നു. ഇതൊന്ന് നോക്കണം. 2016 നവംബർ മാസം 8-ാം തീയതി ഇന്ത്യയിൽ അടുത്ത കാലത്തായിട്ട് ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യമാണ്, എക്സാമിന് നിങ്ങൾക്ക് അടുത്ത PSC എക്സാമിന്റെ ചോദ്യമാണ്, ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത് എന്ന്. അവിടെ കണ്ടിട്ട് എന്താണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയാൻ പാടില്ല. 2016 നവംബർ 8-നാണ്. എന്തിനാ ഈ നോട്ട് നിരോധിക്കുന്നത്? അഴിമതി തടയാനും, കള്ളപ്പണം തടയാനും, ഭീകരവാദം തടയാൻ, വ്യാജ കറൻസികൾ എന്നിവ തടയാനായിരുന്നു ഉദ്ദേശം. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 500 രൂപയുടെയും 1000 രൂപ, ഇത് ചോദ്യമാണ്, ഏത് രൂപയുടെ നോട്ടുകളാണ് നിരോധിച്ചത് എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 500-ന്റെയും 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിക്കുകയും 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ കറൻസികൾ അച്ചടിച്ചിറക്കി പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ മാസം 31, നവംബർ 8-ന് നിരോധിച്ചു. എന്നിട്ട് ഡിസംബർ 31 വരെ പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകളിലും ഡിക്ലറേഷനോട് കൂടി 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് നിരോധനം എന്താണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് എന്താ നമ്മൾ പറയില്ലേ? ബാങ്കുകളുടെ ബാങ്ക് ഏതാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ആപത്ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞത്? ബാങ്കുകൾക്ക് എന്താണ് എമർജൻസി ആയിട്ട് എന്ത് ചെയ്യും? വായ്പ കൊടുക്കും.
എന്തെങ്കിലും ഒരു ഇപ്പൊ നമുക്കറിയാം ഓരോ ബാങ്കുകൾ വേറൊരു ബാങ്കുകളൊക്കെ ആയിട്ട് എന്താണ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ പെട്ടെന്ന് ഒരു ബാങ്കിന് അടിയന്തര വായ്പ നൽകണമെങ്കിൽ അത് റിസർവ് ബാങ്ക് സഹായിക്കും. ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക അല്ലെ? ഓരോ ബാങ്കുകളുടെയും അവിടെ എത്ര ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സൂക്ഷിക്കും. അതുപോലെ ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി RBI എപ്രകാരമാണ് പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നത്? പണത്തിന്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നത് എപ്രകാരമാണ്? പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി, അതായത് വർദ്ധിച്ചതിന് ആനുപാതികമായിട്ട് സാധനങ്ങളും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിച്ചിട്ടില്ല എങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ എന്താകും? കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകും അല്ലേ? ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്താകും? വില വർധനവിന് കാരണമാകും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒക്കെ വില വർധനവിന് കാരണമാകുന്നത്. അതായത് പണത്തിന്റെ അളവ് വർദ്ധിച്ചു, പക്ഷെ അവിടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം നടക്കുന്നില്ല. അപ്പൊ പണത്തിന്റെ അളവ് കൂടി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കുറഞ്ഞു. അപ്പൊ എന്താണ്? വില വർധനവ് കാരണമാകുകയാണ്. അങ്ങനെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു വില നിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം എന്ന് അറിയപ്പെടുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവില നിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പം എന്നറിയപ്പെടുന്നു. സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാകുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സമ്പദ് വ്യവസ്ഥയിൽ പണം പെരുപ്പം വന്നാൽ പണത്തിന്റെ ക്രയശേഷി കുറയും കേട്ടോ. പണപ്പെരുപ്പം വന്നാൽ സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം വന്നാൽ പണത്തിന്റെ ക്രയശേഷി കുറയും. സാമ്പത്തിക വളർച്ച, ഉൽപാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പണപ്രധാനത്തിന്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം. ശ്രദ്ധിക്കണം, പണപ്രധാനത്തിന്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിനൊരു കാരണം. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പാ നിയന്ത്രണത്തിൽ അളവുപരമായിട്ടുള്ള ഉപാധികൾ എന്തെല്ലാം? വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പ നിയന്ത്രിക്കുന്നതിൽ അളവുപരമായിട്ടുള്ള ഉപാധികൾ. ഇപ്പോൾ ഓരോ ബാങ്കുകൾക്കും വായ്പാ നിയന്ത്രണം ഉണ്ടാവും അല്ലേ? ഇത്ര കൊടുക്കാൻ പാടുള്ളൂ, ഇത്രതിന് ഇത്രത്, അങ്ങനെ ഉണ്ടല്ലോ ഓരോ ബാങ്കുകളിലും. അപ്പൊ അതിന് ഉപാധികൾ എന്താണ്? ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. മൂന്നും പഠിച്ചു വെച്ചോ. ഈ 3 സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഇതൊക്കെ വായ്പാ നിയന്ത്രണത്തിൽ അളവ് മാറ്റം വരുത്തുന്ന ഉപാധിയാണോ എന്നൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. എന്തൊക്കെയാണ് വായ്പാ നിയന്ത്രണത്തിൽ അളവുപരമായിട്ടുള്ള ഉപാധികൾ? എന്തൊക്കെയാണ്? ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടും റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടും പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. ശ്രദ്ധിക്കണേ, ബാങ്ക് റേറ്റ് കേട്ടോ, ബാങ്ക് റേറ്റിൽ മാറ്റം വരുത്തുക, അതുപോലെ റിസർവ് റേറ്റിലും എന്ത് ചെയ്യുക? മാറ്റം വരുത്തിക്കൊണ്ട്. ഇനി RBIയുടെ വായ്പാ നിയന്ത്രണത്തിൽ ഗുണപരമായിട്ടുള്ള ഉപാധികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ എന്താ ചോദ്യം പഠിച്ചത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പാ നിയന്ത്രണത്തില് ഗുണപരമായിട്ടുള്ള ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്തൊക്കെയായിരിക്കും? മാർജിൻ ആവശ്യകതയും ധാർമ്മിക പ്രേരണയും. പഠിച്ചു വെക്കണം കേട്ടോ, പഠിച്ചു വെക്കണേ. മാർജിൻ ആവശ്യകതയും ധാർമ്മിക പ്രേരണയും. ഇനി എന്താണ് റിപ്പോ നിരക്ക്, എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? ഇതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് ഇത്രയും നോട്ടുകൾ തരുന്നത് കേട്ടോ. അപ്പൊ റിപ്പോ നിരക്ക് പ്രീവിയസ് ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. റിപ്പോ നിരക്ക് എന്ന് പറയുമ്പോൾ റേറ്റിലെ നിരക്ക് എന്ന് പറയുമ്പോൾ RR, റിവേഴ്സ് റിപ്പോ നിരക്ക് പറയുമ്പോൾ എന്തായിരിക്കും? ഡബിൾ അല്ലേ? ഓക്കെ. അപ്പോൾ റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്ക്, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? SBI ആണ് അല്ലെ? ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? SBI ആണ്. ഇപ്പൊ SBI ഉദാഹരണം എടുത്തോ. SBI റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കും, അതിന് ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. വെറുതെ കൊടുക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇല്ല, പലിശക്കാണ് അല്ലേ? ആ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. എന്നാൽ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താ? റിവേഴ്സ് ആണ്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന്
ഒരുപാട് പൈസകൾ എന്ത് ചെയ്യും? ഈ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കും. ആ പണത്തിന് എന്ത് ചെയ്യും? RBI പലിശ അങ്ങോട്ടും കൊടുക്കും കേട്ടോ. അപ്പൊ അതാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ്. എന്നാൽ റിസർവ് ബാങ്ക് കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ RBI റിപ്പോ നിരക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ അടുത്ത് നടന്ന ചോദ്യത്തിൽ പോലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ RBI റിപ്പോ നിരക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ശ്രദ്ധിച്ചു ഞാൻ പറയുമ്പോൾ നന്നായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. പണപ്പെരുപ്പം നിയന്ത്രണ അതീതമായി വർദ്ധിക്കുമ്പോൾ RBI റിപ്പോ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു. ഒക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കണേ. പണപ്പെരുപ്പം വർദ്ധിക്കുന്ന സമയത്ത് RBI എന്ത് ചെയ്യും? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കും. ഇത് വാണിജ്യ ബാങ്കുകൾക്ക് ലഭിക്കുന്ന വായ്പയുടെ അളവ് കുറയ്ക്കുകയും അതുവഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വായ്പയുടെ പലിശ നിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു. തന്മൂലം ആളുകൾ വായ്പ എടുക്കുന്നത് കുറയുകയും സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുന്നു. അപ്പൊ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ RBI റിപ്പോ നിരക്ക് ഉപയോഗിക്കുന്നത് പണപ്പെരുപ്പം കൂടുന്ന സമയത്ത് RBI എന്ത് ചെയ്യും? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കും കേട്ടോ. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കും. അപ്പൊ അത് വാണിജ്യ ബാങ്കുകൾക്ക് എന്ത് ചെയ്യും? ആ ലഭിക്കുന്ന വായ്പയുടെ അളവ് കുറയും. വാണിജ്യ ബാങ്ക് പറയുമ്പോൾ ഇപ്പൊ SBI എന്ന് മനസ്സിൽ വിചാരിച്ചോ. അപ്പൊ ആ SBI ബാങ്കിൽ എന്ത് ചെയ്യും? വായ്പയുടെ അളവ് കുറയും. പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വായ്പയുടെ പലിശ നിരക്ക് എന്ത് ചെയ്യും? വർദ്ധിക്കും അല്ലെ. വായ്പ കുറയുമ്പോൾ ആ ഉള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യും? പൈസ നല്ല പലിശയ്ക്ക് അവർ കൊടുക്കും അല്ലേ. അപ്പോൾ ലഭ്യമാകുന്ന വായ്പയുടെ പലിശ നിരക്ക് ജനങ്ങൾക്ക് അത് വർദ്ധിക്കും. പലിശ നിരക്ക് വർദ്ധിക്കും. അപ്പൊ പലിശ നിരക്ക് വർദ്ധിച്ച ആളുകൾ എന്ത് ചെയ്യും? പൈസ എടുക്കുന്നത് കുറയ്ക്കും അല്ലെ. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. ഇനി അടുത്ത് നോക്കിക്കേ, പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ RBI റിവേഴ്സ് റിപ്പോ നിരക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ റിപ്പോ നിരക്ക് പഠിച്ചു, റിവേഴ്സ് റിപ്പോ നിരക്ക്. അത് രണ്ടും നന്നായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഈ ഇതിന്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നും കൂടിയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ RBI റിവേഴ്സ് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അത് അതേപോലെ തന്നെയാണ്. ഇത് വാണിജ്യ ബാങ്കുകളെ അവരുടെ അധിക പണം RBI നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നു. കാരണം അവിടെ ഉയർന്ന പലിശ ലഭിക്കും. ഇത് ബാങ്കുകൾക്ക് വായ്പ നൽകാൻ ലഭ്യമായ പണത്തിന്റെ അളവ് കുറയ്ക്കുകയും സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതും കൂടിയിട്ട് നന്നായിട്ട് വായിച്ച് നന്നായിട്ട് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യണം കേട്ടോ. ഇനി എന്താണ് കരുതൽ ധനാനുപാതം? കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയിട്ട് RBI എങ്ങനെയാണ് പണത്തിന്റെ ലഭ്യത നിയന്ത്രിക്കുന്നത് എന്ന് നോക്കാം. കരുതൽ ധനാനുപാതം കാരണം എല്ലാ എക്സാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിന് മാത്രമേ വരുള്ളൂ. അല്ല, 10th ലെവലാണെങ്കിലും +2 ലെവലാണെങ്കിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്. ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും, ഇവിടെ ശ്രദ്ധിക്കണേ, ബാങ്കുകൾ നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന പണത്തിൽ നിന്ന്, ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുമല്ലോ, ആ സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവാണ് കരുതൽ ധനാനുപാതം. മനസ്സിലായോ? ബാങ്കുകള് നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് എന്ത് ചെയ്യണം? ഒരു കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവാണ് കരുതൽ ധനാനുപാതം. കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട്. കരുതൽ ധനാനുപാതം കുറയുന്ന സമയത്ത് വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂടുകയും ചെയ്യുന്നു. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ ലഭ്യത ഉയരുകയും കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയും. ഇത് വായ്പാ ലഭ്യത കുറയ്ക്കുകയും ജനങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയ്ക്കാനും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് RBI ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്? ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. കൂടാതെ ഗവൺമെന്റിന്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്ക് ആണ്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതും
നൽകുന്നതും ധനകാര്യ മാനേജ്മെന്റ് നടപ്പിലാക്കുന്നതും RBI ആണ്. ഗവൺമെന്റിന്റെ പണനയം, ധനനയം ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്ക് ആണ്. ഇനി എന്താണ് ധനനയം, എന്താണ് പണനയം? നികുതി ചുമത്തൽ, ഗവൺമെന്റിന്റെ ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം. നികുതി ചുമത്തൽ കേട്ടോ, ടാക്സ്, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ചെലവുകൾ, നികുതി ചുമത്തുക, ഗവൺമെന്റിന്റെ ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം. എന്നാൽ പണനയം എന്താ? പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് പണനയം. ഇനി വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ് എന്ന നിലയിൽ RBIയുടെ ധർമ്മം എന്താണ്? അപ്പൊ നമ്മളിപ്പോ പഠിച്ചു വന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ പഠിച്ച് നമ്മൾ ഒരു 7 പഠിച്ചു വന്നു അല്ലേ? അതിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിന്റെ എല്ലാം കാവൽക്കാരനായിട്ട് RBI പ്രവർത്തിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയില് വിദേശ നാണ്യ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിന്റെ എല്ലാം കാവൽക്കാരനായിട്ട് RBI പ്രവർത്തിക്കുന്നു.